മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ അർഹിക്കുന്നതിലധികം ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്നുണ്ടോ? മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സർവൈവൽ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് എന്നൊക്കെ പറയുന്നതിനോട് നിങ്ങൾക്ക് എത്രമാത്രം യോജിക്കാൻ പറ്റും? തീർച്ചയായിട്ടും മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ഇഷ്ടപ്പെട്ടവരെല്ലാം ഇതിനെ വാനോളം പുകഴ്ത്തുകയാണ്. ഈ പറയുന്ന രീതിയിൽ എന്ത് ക്വാളിറ്റിയാണ് ഈ സിനിമക്കുള്ളത്? ഈ സിനിമയിൽ നിന്നും കമലഹാസൻ നായകനായുള്ള ഗുണ എന്ന സിനിമയുടെ റഫറൻസ് മാറ്റി നിർത്തിക്കഴിഞ്ഞാണെങ്കിൽ ഈ സിനിമയുടെ ഗതി എന്തായിരിക്കും? ഈ സിനിമയിൽ ഒരു കഥാപാത്രം തന്നെ പറയുന്നുണ്ട്, അതായത് അവർ ടൂറിന് പുറപ്പെടുന്നതിന് മുമ്പ് CD മാറ്റിയിട്ടപ്പോൾ പറയുന്നുണ്ട് ഇനിയെല്ലാം കമലഹാസൻ്റെ കയ്യിലാണ്. തീർച്ചയായിട്ടും അത് പറഞ്ഞത് അർത്ഥവത്താണ്. കാരണം കമലഹാസൻ നായകനായിട്ടുള്ള ഗുണ എന്ന സിനിമയുടെ റഫറൻസ് ഈ സിനിമയിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ ഈ രീതിയിൽ ശ്രദ്ധിക്കപ്പെടില്ലായിരുന്നു. അതുപോലെ തന്നെ ഇളയരാജയുടെ മധുര സംഗീതത്തിൽ പിറന്ന ഗാനങ്ങളുടെ ഈരടികൾ ഈ സിനിമയുടെ പല ഘട്ടത്തിലും നമുക്ക് കേൾക്കാൻ സാധിച്ചു. അത് എത്രമാത്രം മനോഹരമായിരുന്നു എന്നുള്ളത് ഈ സിനിമ കണ്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇളയരാജയുടെ ഈ ഗാനങ്ങളുടെ ഈരടികൾ ഈ സിനിമയിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് ഈ രീതിയിലുള്ള ഒരു റീച്ച് ലഭിക്കില്ലായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ആണായിട്ട് പറയാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. എന്നാൽ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ ഏറ്റവും വലിയ ആകർഷണീയമായിട്ടുള്ള കാര്യം ഈ സിനിമയുടെ കലാസംവിധാനമാണ് എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും അല്ലെങ്കിൽ വളരെ റെയർ ആയിട്ടായിരിക്കും കലാസംവിധാനത്തിൻ്റെ മികവ് കൊണ്ട് ഒരു സിനിമ രക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ കലാസംവിധാനത്തിൻ്റെ മികവിനെ വാനോളം പുകഴ്ത്തുന്ന ഒരു രീതി. അത് വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ സിനിമയിൽ ഗുണ കേവിൻ്റെ അന്തർഭാഗത്തുള്ള കാര്യങ്ങൾ കൃത്രിമമായി പെരുമ്പാവൂരുള്ള ഒരു ലൊക്കേഷനിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നുള്ളത് പറഞ്ഞാൽ പലർക്കും വിശ്വസിക്കാനേ പറ്റില്ല. അത്രയ്ക്ക് മികവോടുകൂടിയാണ് കലാസംവിധായകനും ടീമും ഇത് വളരെ ഗംഭീരമായിട്ട് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഗുണ കേവിൻ്റെ അന്തർഭാഗത്തുള്ള അല്ലെങ്കിൽ ഡെവിൾസ് കിച്ചൺ എന്ന് പറയപ്പെടുന്ന ഈ കേവിൻ്റെ അന്തർഭാഗത്തുള്ള ചിത്രീകരണം അതിവിദഗ്ധമായി ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അതിലെ ദൃശ്യങ്ങൾ വളരെ മനോഹാരിതയോടുകൂടിയും ഒട്ടും എക്സൈറ്റ്മെൻറ്റ് കുറയാതെ ഒപ്പിയെടുത്തിട്ടുള്ള സിനിമാറ്റോഗ്രാഫി, ആ സിനിമാറ്റോഗ്രാഫി തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഏറ്റവും വലിയ മറ്റൊരു സവിശേഷതയാണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും നന്നാകുമെന്ന് മുമ്പേ തന്നെ പ്രവചിച്ചൊരു കാര്യം ഈ സിനിമയുടെ ആത്മാവ് പോലെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് സുഷിൻ ശ്യാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. തീർച്ചയായിട്ടും സുഷിൻ ശ്യാമിൻ്റെ ഏറ്റവും നല്ല വർക്ക് എന്ന് പറയാനാകില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വളരെ മികവാർന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെയാണ് ഈ ഒരു സിനിമയിലേത്. തീർച്ചയായിട്ടും അദ്ദേഹം ഇത്രയ്ക്കും വ്യത്യസ്തമായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. അത്രയ്ക്ക് നന്നായിട്ടുണ്ട് ഇതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത്. ഈ സിനിമയിൽ അഭിനേതാക്കളുടെ അഭിനയ മികവിനെ പറ്റി പറയാൻ പ്രത്യേകിച്ച് ആർക്കും വലിയ അഭിനയ സാധ്യതയുള്ള റോളുകളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ഇതിൽ സുമേഷായിട്ട് വന്ന ശ്രീനാഥ് ബാസിക്കും അതുപോലെ തന്നെ കുട്ടേട്ടനായിട്ട് വന്നുള്ള സൗബിൻ സാഹിറിനുമാണ് അഭിനയ സാധ്യതയുള്ള ഒരു റോൾ വന്നിരിക്കുന്നത്. അത് അവർ തെറ്റില്ലാത്ത രീതിയിൽ തന്നെ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റ് അഭിനേതാക്കൾക്ക് കാര്യമായിട്ടുള്ള അഭിനയ സാധ്യതയുള്ള റോളുകളൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസ് ആവറേജിൽ ഒതുങ്ങി എന്ന് വേണം പറയാൻ. പിന്നെ അഭിനേതാക്കളുടെ രൂപം മാറ്റിയത് കൊണ്ട് അഭിനയ മികവ് കൂടുന്നു എന്നുള്ളത് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഈ സിനിമ ഇതിനേക്കാൾ എത്രയോ ബെറ്റർ ആക്കാൻ സാധിക്കുമായിരുന്നു. അത് നല്ലൊരു സംവിധായകൻ്റെ മേൽനോട്ടത്തിലാണ് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എനിക്കൊരു നല്ലൊരു തിരക്കഥയുടെ പിൻബലത്തോടു കൂടിയാണ് ഈ സിനിമ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇതിനേക്കാളും നല്ല, അല്ലെങ്കിൽ മലയാള സിനിമയിൽ എക്കാലം ഓർമ്മിക്കപ്പെടുന്ന ഒരു സിനിമയാക്കി മാറ്റാൻ സാധിക്കുമായിരുന്നു. ഈ സിനിമയിൽ ഒരുപാട് ഡ്രാമയും ഇമോഷൻസും എക്സൈറ്റ്മെൻറ്റ്സും ത്രില്ലും കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. അതിനുള്ള സ്കോപ്പും ഉണ്ടായിരുന്നു. പക്ഷേ അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ല. അതുപോലെ തന്നെ വളരെയധികം ഇല്യൂഷനും ഫ്യൂഷനും ഫാൻറ്റസിയും എല്ലാം ഉൾക്കൊള്ളിക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കുമായിരുന്നു. അതും നല്ല ബ്രില്യൻ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സംവിധായകന് സാധിച്ചില്ല. അപ്പം ഒരു നല്ല സംവിധായകൻ്റെ അല്ലെങ്കിൽ നല്ലൊരു തിരക്കഥയുടെ പിൻബലത്തോടു കൂടി നല്ലൊരു മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ്റെ കയ്യിൽ ഈ സിനിമ റീക്രിയേറ്റ് ചെയ്യപ്പെടുകയായിരുന്നെങ്കിൽ ഇത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു സിനിമയായി മാറുമായിരുന്നു. എന്ത് തന്നെയായാലും ഈ എഫേർട്ടിനെ തീർച്ചയായിട്ടും നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതുകൊണ്ട് മഞ്ഞുമൽ ബോയ്സ് പ്രേക്ഷകർ സ്വീകരിക്കുന്നതിൽ സന്തോഷവുമുണ്ട്. തീർച്ചയായിട്ടും ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമ തന്നെ. കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നിങ്ങൾക്ക് ആ ഗുഹ, അല്ലെങ്കിൽ നിങ്ങൾ മഞ്ഞുമൽ ബോയ്സ് പോയ പോലെ നിങ്ങൾ കൊടൈക്കനാലിൽ പോയി ഗുണ കേവിൻ്റെ ചുറ്റുപാട് കണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അകപ്പെട്ട ഒരു പ്രതീതിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഫീല് നിങ്ങൾക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി അവിടുത്തെ ദൃശ്യ ശ്രാവ്യ സാങ്കേതിക വിദ്യകളുടെ സൗകര്യത്തോടു കൂടി കണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഇവിടെ അറിയിക്കുക.